ഏവർക്കും നമസ്കാരം. 2025 നടക്കുന്ന രണ്ട് വലിയ രാശിമാറ്റങ്ങളാണ് മഹാശനിമാറ്റവും മഹാവ്യാഴമാറ്റവും. ശനിയുടെ മാറ്റം മാർച്ച് 29 തീയതിയും വ്യാഴത്തിൻ്റെ മാറ്റം മെയ് 14 തീയതിയുമാണ് നടക്കുക. കഴിഞ്ഞ 2.5 വർഷമായി തൻ്റെ ക്ഷേത്രമായ കുംഭത്തിൽ ശനി സഞ്ചരിച്ച് വരികയാണ്. എന്നാൽ മാർച്ച് 29 തീയതി ശനി കുംഭരാശിയിൽ നിന്നും വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനത്തിൽ പ്രവേശിക്കും. തുടർന്ന് 2.5 വർഷം, അതായത് 2027 ജൂൺ 3 തീയതി വരെയും ശനി വ്യാഴക്ഷേത്രമായ മീനത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും. 2.5 വർഷം മീനരാശിയിൽ സഞ്ചരിക്കുന്ന ശനി ഓരോ കൂറുകാർക്കും അതിലെ നക്ഷത്രജാതർക്കും പലതരത്തിലുള്ള അനുഭവങ്ങളാകും നൽകുക. ചിലർക്ക് ശനി തൻ്റെ രാശിമാറ്റത്തിലൂടെ വളരെ ഭാഗ്യവും രാജയോഗവും നേട്ടങ്ങളും അംഗീകാരങ്ങളും പദവിയും എല്ലാം നൽകുമ്പോൾ ചിലർക്ക് അനിഷ്ടഫലങ്ങളെയും ദോഷങ്ങളെയും നൽകാം. എന്നാലും ഒരു കാര്യം അറിയുക, സർവീശ്വരകാരകനും ദേവഗുരുവും ആയ വ്യാഴം ശനിയുടെ സമൻ അഥവാ മിത്രസ്ഥാനം വഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ശനി അത്ര കണ്ട് അപകടകാരി ആകുന്നില്ല. മറിച്ച് ശത്രുക്കളായ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ശനി ഏറെ അനിഷ്ടനും അപകടകാരിയും ദോഷകാരിയും ആകുന്നു. തൽഫലമായി ക്രൗര്യവും വർദ്ധിക്കുന്നു. എന്നാൽ പരമസാത്വികനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായതിനാലും വ്യാഴം ശനിയുടെ മിത്രം ആകയാലും ഈ ക്ഷേത്രത്തിൽ ശനി അത്ര കണ്ട് ദോഷം വിതയ്ക്കില്ല. അപ്പോൾ ശനിയുടെ ഈ രാശിമാറ്റം കർക്കിടകക്കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്കിവിടെ വിശകലനം ചെയ്യാം. പുണർദം, കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. കഴിഞ്ഞ 2.5 വർഷമായി ശനി ദുരിതങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന രാശികളിൽ ഒരു രാശി കർക്കിടക രാശിയാണ്. അതിനുള്ള കാരണം ശനി തൻ്റെ അനിഷ്ടഭാവങ്ങളിൽ കഠിനമായ ദോഷം നൽകുന്ന 8ാം ഭാവത്തിൽ സഞ്ചരിച്ച് വന്നിരുന്ന കാലമായിരുന്നു ഇത് എന്നത് തന്നെയാണ്. 8ാം ഭാവം എന്നത് ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത്. അഷ്ടമം അഥവാ 8ാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് കഠിനമായ ശാരീരിക ക്ലേശങ്ങൾ, മാനസിക വൈഷമ്യങ്ങൾ, രോഗങ്ങൾ, ധനനഷ്ടം, അപ്രതീക്ഷിതമായ ചെലവുകൾ, പരാജയം എന്നിവയെ എല്ലാം ഈ കൂറുകാർക്ക് നൽകിയിരിക്കാം. കാര്യവിഘ്നങ്ങളും രോഗദുരിതങ്ങളും ആശുപത്രിവാസവും ഇവരെ അലട്ടിയിരിക്കാം. അഷ്ടമശനിയുള്ള എല്ലാവർക്കും ഇതെല്ലാം വന്ന് ഭവിക്കും എന്നല്ല ഇതിനർത്ഥം. കാരണം ശനി ഗ്രഹനിലയിൽ ഉച്ചനായി നിന്നാൽ ഈ കഷ്ടതകൾ നന്നേ കുറച്ച് മാത്രമേ അനുഭവത്തിൽ വരികയുള്ളൂ. മറിച്ച് ശനി ഇഷ്ടഭാവത്തിൽ അല്ലാതെ അനിഷ്ടനായി നിലകൊണ്ടാൽ ദോഷം കടുത്തതായിരിക്കുകയും ചെയ്യും. എന്തായാലും മാർച്ച് 29 തീയതി കർക്കിടകക്കൂറുകാർക്ക് വളരെ ആശ്വാസവും ആഹ്ലാദവും നൽകി ശനി ഈ കൂറുകാരുടെ 8ാം ഭാവത്തിൽ നിന്നും 9ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 9ാം ഭാവം എന്നാൽ ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത്. ഈശ്വരകടാക്ഷം, ഗുരുകടാക്ഷം, പിതൃപുണ്യം എന്നിവയെല്ലാം ഈ ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു. 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി പിതാമഹ പ്രീതിയെ നൽകുന്നു. പിതൃപുണ്യം ഉണ്ടാകുമ്പോൾ കുടുംബത്തിൽ ക്ഷേമം, ഐശ്വര്യം എന്നിവയും ഉണ്ടാകും. കൂടാതെ ഈശ്വരകടാക്ഷവും ഗുരുപുണ്യവും ഉണ്ടാകുമ്പോൾ മനസ്സിൽ ധർമ്മചിന്തകളും സാത്വികമായ മനോഭാവവും ഉണ്ടാകും. ക്ഷേത്രദർശനം, തീർത്ഥാടനം എന്നിവയിലൂടെ ആത്മീയമായ ഉന്നതി ഇവർ പ്രാപിക്കും. വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും കർമ്മരംഗത്തും സാമൂഹിക രംഗത്തും എല്ലാം ഇവർക്ക് സൽപ്പേരും നേട്ടങ്ങളും അംഗീകാരവും ലഭിക്കും. ഭാഗ്യാഭിവൃദ്ധിയാൽ സാമ്പത്തികമായ ഉന്നതി ഇവർക്ക് ഉണ്ടാകുന്നതാണ്. പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ഇവർക്ക് ഉണ്ടാകാം. ബിസിനസ്സിൽ പുരോഗതിയും ലാഭവും വന്നു ചേരുന്ന സമയമാണ് ഇത്. എന്നാൽ ഒരു കാരണവശാലും ഇവർ പ്രലോഭനങ്ങളിൽപ്പെട്ട് തങ്ങളുടെ ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കരുത്. അങ്ങനെ വരുമ്പോൾ അത് ഇവർക്ക് കനത്ത തിരിച്ചടികൾ നൽകുമെന്നും ഓർക്കുക. ശനി എന്നത് കർക്കിടകക്കൂറുകാരുടെ 7ാം ഭാവാധിപനും 8ാം ഭാവാധിപനുമാകുന്നു. 7ാം ഭാവം എന്നത് കളത്രഭാവം എന്നാണ് അറിയപ്പെടുന്നത്. കളത്രഭാവാധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ദാമ്പത്യസുഖം, കുടുംബത്തിൽ ക്ഷേമം, ദമ്പതികൾ തമ്മിൽ ഐക്യം, ജീവിത പങ്കാളിക്ക് ഭാഗ്യം, നേട്ടങ്ങൾ എന്നിവയെ എല്ലാം നൽകും. കൂടാതെ 7ാം ഭാവം എന്നത് കൂട്ടായ സംരംഭങ്ങൾ, പ്രവർത്തികൾ, ബിസിനസ് എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങിയ കൂട്ടായ സംരംഭങ്ങൾ, സമാന മനസ്കരുമായി ചേർന്ന് ഉള്ള പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെടുവാനും അത് വിജയത്തിൽ എത്തുവാനുമുള്ള സാധ്യത ഏറെയാണ്. കൂടാതെ ശനി ഈ കൂറുകാരുടെ അഷ്ടമാധിപത്യവും വഹിക്കുന്നു എന്നതിനാൽ ശാരീരികമായ സുഖം, ആരോഗ്യം, മനസ്സുഖം, ഊർജ്ജസ്വലത, ആത്മവിശ്വാസം എന്നിവയും ഇക്കാലയളവിൽ ശനി ഇവർക്ക് നൽകും. അപ്പോൾ ഈ ശനിമാറ്റം
കർക്കിടകക്കൂറുകാർക്ക് പൊതുവെ നല്ല ഗുണാനുഭവങ്ങളെയും അതിലധികം ഭാഗ്യാനുഭവങ്ങളെയും നൽകുമെന്ന് അറിയുക. ഗ്രഹനിലയിൽ ശനി ബലവാനാണ് എങ്കിൽ ഗുണങ്ങൾക്ക് ആധിക്യവും നേട്ടങ്ങൾക്ക് വർധനവും ഉണ്ടാകും. എന്നാൽ ജാതകത്തിൽ ശനി പാപനായോ നീചനായോ ദുർബലനായോ നിന്നാൽ ഗുണഫലങ്ങളിൽ കുറവും വരാവുന്നതാണ്. എന്തായാലും കഴിഞ്ഞ 2.5 വർഷത്തെ അപേക്ഷിച്ച് അഷ്ടമശനി ദുരിതങ്ങളിൽ നിന്നും വരുന്ന 2.5 വർഷം ഇവർക്ക് വലിയ ആശ്വാസം ലഭിക്കുകയും ഈശ്വര കടാക്ഷത്തിൻ്റെ നിറവിലേക്ക് ഇവർ നീങ്ങുകയും ചെയ്യും. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.